Hi friends, it's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcome you all. Have a fantastic positive day. എങ്ങനെയുണ്ട് എൻ്റെ വയൽ കൊയ്ത്ത് കഴിഞ്ഞു, നെല്ലെല്ലാം കയറിപ്പോയി. അത് കഴിഞ്ഞ് താറാവ് കർഷകർ വന്നു. ഇതിങ്ങനെ റുട്ടീനാണ്, അവരുടെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ മത്സ്യം പിടുത്തമാണ്, ധാരാളം മത്സ്യങ്ങളുണ്ടാവും, അതൊക്കെ പിടി. അത് കഴിഞ്ഞ് വീണ്ടും കൃഷി. ഇത് റൊട്ടീഷനല്ലേ, ഇങ്ങനെ തുടർച്ചയാണ്. ഓക്കെ, ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ച് ഞാനൊരു നല്ല കർഷകനാകുന്ന ലക്ഷണമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ വയൽ കിട്ടാൻ പാടാണ്. ഞാനിങ്ങനെ പലരോടും ചോദിക്കുന്നുണ്ട്, ഒരു 5 ഏക്കർ പാട്ടത്തിന് കിട്ടുമെന്ന്. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അവർ തരാത്തതല്ലേ. കാരണം അതറിയാവുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ല വിചാരമല്ലേ. പഠിക്കാൻ വരുന്നവന് കൊടുക്കും. പക്ഷെ എനിക്ക് കൃഷിയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ 5-6 കായ്ക്കുന്ന ജാതിയുണ്ട്. ജാതിക്ക കൊണ്ട് കൊടുത്ത് കാശൊക്കെ കിട്ടി. പിന്നെ തെങ്ങുണ്ട്. ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ അത്യപൂർവമായിട്ട് വാങ്ങിക്കാറില്ല, ഞാൻ അട്ടിയെടുക്കുന്നതന്നെ ഉപയോഗിക്കും. പിന്നെ നല്ല മാവ്, കർപ്പൂര മാവ്, അൽഫോൺസ മാവ്, പിന്നെ മേട്ടുപ്പാളയം, 2 വെറൈറ്റി, 4 മാവാണ് കായ്ക്കുന്നത്. എല്ലാം ദൈവം തരുന്നു. ഒന്നും ഞാൻ വിൽക്കുക, എല്ലാം എൻ്റെ അയൽക്കാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ഷൻ റിസൾട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. 4-ാം തീയതിയാണ്. നമ്മുടെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ അടിയുള്ളൂ. അതൊന്നുമല്ല, ഓരോ വോട്ട് ചെയ്ത ആളിനും ഉണ്ട് അടി, ചങ്കിടിപ്പല്ലേ. നമ്മുടെ നാട് വികസനത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലാണെന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പം പത്രക്കാരൊക്കെ പഴയ കഥകൾ എടുത്തുകൊണ്ട് വരിക, പൊളിഞ്ഞു കിടക്കുന്ന ഒരു കലിങ്ക് പൊക്കി കാണിക്കുക. ഇതിലേക്കാണ് അവർ സായുജ്യം അടഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പരമ നെഗറ്റീവായ ഒരാളെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. ആ പുള്ളി തത്വത്തിൽ അംഗീകരിച്ചു കേരളം മുന്നോട്ടാണെന്നും അതിൻ്റെ വികസനം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നെന്നും പുള്ളി തത്വത്തിൽ അംഗീകരിച്ചു. പറഞ്ഞ ഭാഷ അതല്ല, തത്വത്തിൽ അംഗീകരിക്കാമെങ്കിലും ഇനിയും കടമ്പകളേറെ കിടക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതായത് അംഗീകരിക്കാനുള്ള വിഷമമാണ്. ഒരു കാര്യം പറയാം സുഹൃത്തെ, കേരളം one of the fastest developing state in India. Moreover, it resembles its light and power just like other developed nations. Of course, അങ്ങനെയാണ്. അത് ഒത്തിരി ഘടകങ്ങളുണ്ട്. നമ്മളെ നമ്മുടെ വിദ്യാഭ്യാസം, സംസ്കാരം, നമുക്ക് വിദേശികളൊക്കെ പകർന്നു തന്ന ആ ഒരു ആത്മവീര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പഠനം, നമ്മളൊത്തിരി മുന്നോട്ട് വന്നില്ലേ. പണ്ടത്തെ നമ്മുടെ കഥയൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. പറ്റുമെങ്കിൽ ഒരു ബുക്കുണ്ട്, വാങ്ങിക്കണേ. കേരളം 500 നൂറ്റാണ്ട് മുൻപ്. ആ ബുക്ക് ഞാൻ പല പ്രാവശ്യം വായിച്ച ബുക്ക്. അത് ഒന്ന് കിട്ടുകയാണ് വായിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും എന്താ കഥ, നമ്മൾ സെക്സൊക്കെ കുത്തിക്കയറ്റി. അതൊന്നുമല്ല, സെക്സ് ഉണ്ട് അതിനകത്ത്. വസ്ത്രം ധരിക്കാത്ത മനുഷ്യർ, പകുതി വസ്ത്രം ധരിച്ച പുരുഷന്മാർ, സ്ത്രീകൾ, അതുപോലെ ആചാരങ്ങൾ, അനാചാരങ്ങൾ, എല്ലാം നല്ലൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാം, വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം അല്പം മെനക്കെട്ട് പഠിക്കാനും ശ്രമിക്കണം. അതൊത്തിരി നമുക്ക് ശാന്തത തരും, ക്ഷമ തരും, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു തിളയ്ക്കുന്ന ഒരു ബേണിങ് ഡിസയർ തരും. ഓക്കെ, അപ്പം അങ്ങനെ അല്പസ്വല്പം വായിക്കുകയും പഠിക്കുകയും കൂടെ ചെയ്യണം. തീർച്ചയായിട്ടും പഠിക്കുകയും വായിക്കുകയും മണ്ടത്തരാന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം AI വന്നിങ്ങ് കയറി വിരലുകൊണ്ട് തൊട്ടാൽ മതി, വിവരങ്ങൾ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു, ഞങ്ങളൊരു വിനോദയാത്ര പോകുന്നു. തലേദിവസം രാത്രി എന്നെ ഒരു 8-9 മണിയായപ്പം അതിൻ്റെ കോർഡിനേറ്റർ വിളിക്കുന്നു, ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തണം.
കിസ് മാസ്റ്റർ സൈമണാണ്. ഞാൻ അന്തം വിട്ടുവേ. ഒന്നാമത് വരുന്നത് വലിയ വലിയ എൻ്റർപ്രനേഴ്സും പുലികളുമാണെന്ന് ഓർക്കണം. പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കയറി ChatGPT ഒക്കെ സെർച്ച് ചെയ്തു, പയ്യൊരു കമാൻഡ് കൊടുത്തു, ഒരു 50 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. കുറേ കഴിഞ്ഞപ്പോൾ വന്നു കാണും. ഞാനത് ഇനി കിടക്കാം, മേലുമ്പെടുത്ത് മാത്രം ഞങ്ങൾക്ക് പോകേണ്ട 7 മണിക്ക്. ഞാൻ 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്, ഞാൻ 4:20 എഴുന്നേറ്റ് പ്രാർത്ഥന കവിയെ നോക്കി മാത്രം ChatGPT റെഡി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഡി. നമ്മുടെ കിസ്സാണ് അത്. ഒത്തിരി കയ്യടിയൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഞാൻ ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആവശ്യപ്പെട്ടു. അതാ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എനിക്കൊരു തിസിസ് സമർപ്പിക്കാനുണ്ട്, MA സൈക്കോളജിയുടെ. എൻ്റെ സമയം തീരാറായി. ഫ്രണ്ട് പറഞ്ഞു, എന്തിനാണ് വിഷമിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പോയാൽ പോരെ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പോയാൽ അതൊരു ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ പിടിക്കത്തില്ലേ. അതെടുത്ത് വെച്ചിട്ട് സൈമൻ്റെതായ രീതി റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്തു കൊടുക്കണം, എൻ്റെ ഡേറ്റായി. കഴിഞ്ഞ മാസം കൊണ്ട് അത് ഒരു എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ഇലക്ഷൻ കാരണം ഒന്നുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓർത്താൽ ഞാനും ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറയാം, കാലം മാറിപ്പോയി. പക്ഷേ ഞാൻ കുറേ ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വായിക്കുന്നുണ്ട് ഈ സൈക്കോളജിയെ പറ്റി. അതിന് ബേസിക് സൈക്കോളജി അവിടെ നിന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പരതുക. എന്താണെന്നറിയോ, നമുക്ക് ഒരു കാര്യം നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരണമെങ്കിൽ നമ്മളത് 100 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം പുറത്തോട്ട് വരും, അല്ലെങ്കിൽ 3 എണ്ണം പുറത്ത് വരും. അപ്പം അറിവ് നന്നായി നേടിയെങ്കിൽ മാത്രമേ നമുക്കത് പുറത്തോട്ട് വരത്തുള്ളൂ. പറയുമ്പോഴേ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ബൈബിൾ വായിക്കാൻ ഒരു വർഷങ്ങൾ എത്രയായി, എഴുതിയും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ബൈബിൾ വചനം വരാൻ തുടങ്ങി അടുത്ത കാലത്താണ്. സംസാരിക്കുമ്പോൾ സുവിശേഷമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ വായനയും പഠനം വളരെ ആവശ്യമാണ്. അത് നമ്മളെ നിറയ്ക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബാങ്കിൽ സമ്പാദിക്കുന്ന നിങ്ങളുടെ തുക ഒരു മാസം നിങ്ങളൊരു 25,000 രൂപ സേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിനേക്കാൾ വലിയ സമ്പാദ്യമാണ് നിങ്ങളുടെ അതായത് വിദ്യ അഭ്യസിക്കുക, അല്ലെങ്കിൽ നൈപുണ്യം വികസിപ്പിക്കുക. ഇപ്പം ബിടെക് കഴിഞ്ഞൊരു പയ്യനാണ് ഇത് തന്നെ കേൾക്കുന്നതെങ്കിൽ അവൻ്റെ ആ ഒരു ഇപ്പോഴത്തെ രീതി വിദേശത്തൊക്കെ ക്വാളിഫിക്കേഷൻ അല്ല നോക്കുന്നത്. ഇൻ്റർവ്യൂവിന് ബേസിക് ക്വാളിഫിക്കേഷൻ വേണം, ഹയർ സെക്കൻഡറി വേണം. അത് കഴിഞ്ഞാൽ അവൻ്റെ ആ നൈപുണ്യമാണ് ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെയും തുടങ്ങി തോന്നി നമ്മുടെ IT ഫീൽഡിലൊക്കെ +2-കാരെ എടുത്ത് ട്രെയിൻ ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് എടുക്കുന്ന രീതി ഇവിടെ ആയി തുടങ്ങി. അതൊക്കെ വിദേശത്ത് പണ്ടേ തുടങ്ങിയത്. അതായത് നൈപുണ്യം, നമ്മളെന്ത് പഠിച്ചു, MA ഓവർ എഡ്യൂക്കേഷൻ അവിടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഒത്തിരി പഠിച്ച് 4 PhD അല്ലെ 4 PG എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഓവർ എഡ്യൂക്കേഷനാണ്. അത് വേണ്ട. അവർക്ക് വേണ്ടത് നൈപുണ്യമാണ്, അതായത് സ്പെഷ്യലൈസേഷൻ. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ കഴിവുണ്ടോ ഇവന്, അതാണ്. നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഞങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം, വിൽ ടീച്ച് യു പ്രോംപ്റ്റ്ലി. അപ്പോൾ അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെ പോയി അതേ ട്രെയിനിങ് കിട്ടി വരുന്ന ആളുകൾ ഇവിടെ ഇരുന്ന് എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടുത്തെയും മാറ്റം, കേരളത്തിൻ്റെയും മാറ്റം അത്. ഓക്കെ, അപ്പം നമുക്ക് ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ കയറി തമ്മിൽ തല്ലരുത്. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്നോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴേ നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഒരു കുടുംബമാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും ഒരു അപകടത്തിൽപ്പെട്ടവനെയും ഒരു പ്രാരബ്ധക്കാരനെയും സാമ്പത്തികമായും നശിച്ചു പോയവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുക വഴി നാം ചെയ്യുന്നത് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, അല്ലേ, ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഞാൻ US-ലായിരുന്നപ്പോഴേ ഈ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തകനായിരുന്നു ഞാൻ. അവിടെ ആയിരുന്നു. അവിടെ ചെന്നപ്പം അവിടെ അവർ ചെയ്യുന്ന ഇത്ര കോടി എന്നല്ല, ഒരു ബില്യണും ട്രില്യൺ എന്നൊക്കെ ഇത്ര $1 ട്രില്യൺ ഹോംലെസ്സിനെ പുനരുദ്ധരിപ്പിക്കാൻ ചിലവാക്കിയെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചോദിക്കുന്നത് എന്നുവെച്ചാൽ കടം കയറിയിട്ട് വീടൊക്കെ പോയി, സാധനം എല്ലാം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒരു ഡംപിങ് ഇങ്ങനെ വെക്കുന്ന സ്റ്റേഷനാണ്, അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ റോഡിലോട്ട് ഇറങ്ങുക.
അപ്പം അങ്ങനെയുള്ളവരെ പുനരധിവസിക്കുന്ന ഒരു വലിയ പരിപാടി അവിടെ നടക്കുന്നു. നമ്മുടെ ഇവിടെ അത് ആവശ്യമായി വരുന്നുണ്ട്. ഈ സാമ്പത്തികമായി തകർന്ന് കിടപ്പാടം വിട്ട് ഇറങ്ങേണ്ട വരുന്ന സ്ഥിതിയുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും 2 മക്കളും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ബാങ്കുകാർ. അവരെ ആശുപത്രിയിൽ എന്തോ അഡ്മിറ്റ് ചെയ്തു. ഈ ഗവൺമെൻറ് ഇടപെടും അതല്ല, നമുക്ക് അതിനുള്ള ഒരു സന്നദ്ധ സംഘടനകളൊക്കെ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം ഇനി. കാരണം വാരിക്കോരി ലോൺ കൊടുക്കുക, ഓൺലൈൻ ലോണോ. എനിക്ക് ഇത്ര ലക്ഷം സാങ്ഷനായെന്നും പറഞ്ഞാൽ വരും, നമ്മളത് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് പിന്നെ കണ്ടില്ലേ, ചെറിയ ലോൺ എടുക്കുന്ന പിള്ളേർ ചുമ്മാ ഒരു ടൂറ് പോകാൻ ഒരു 3000 എടുത്താൽ മതി, 30,000 അടച്ചാലും തീരുകയില്ല. അവസാനം അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. 10,000 എടുത്താലും 3,000 എടുത്താലും 5,000 എടുത്താലും സ്ഥിതി ഇതാ. അതിലൊന്നും കയറി പിടിക്കരുത്. അതൊക്കെ നമുക്കുള്ള ഒരു തീറ്റയാണെന്ന് മാത്രം കരുതി തള്ളിക്കളയുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത്ര ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിന്ന് അപ്പനോട് പറയുക, അമ്മയോട് പറയുക, അല്ലെങ്കിൽ സഹോദരന്മാരോട് പറയുക. ഇപ്പം ചോദിച്ചാൽ തരാത്ത ആരാ ഉള്ളേ? എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്ക് ഇത്ര വേണം തരിക. ഇനി ലോൺ എടുക്കാൻ പോകുന്നതിന് പിള്ളേർ കോളേജിൽ പഠിക്കുന്ന, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ലോൺ എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക. ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നതല്ല. അപ്പ ക്ഷമിക്കണം, അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമാണ്. അപ്പന് തീരാ ദുഃഖമല്ലേ നീ കൊടുക്കുന്നത്. അല്ലെ അമ്മയെ ക്ഷമിക്കണം. എന്നാൽ ഈ അപ്പനോടും അപ്പനും അമ്മയ്ക്കും പൈസ തരാൻ പറ്റില്ലെങ്കിൽ എത്രയോ ആളുകളുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടം താമസിക്കുന്നത്. അവരോട് പറഞ്ഞാൽ അവർ തരുമല്ലോ. അപ്പോൾ അതിന് ശ്രമിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക്. പോസിറ്റീവ് ഡേ പറയുന്നതിന് ഒരു കാര്യമായിട്ട് പറയാനുണ്ട്. ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. തമ്മിൽ തല്ലി നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ആഹ്ലാദിച്ചോളൂ, നൃത്തം ചെയ്തോളൂ, പക്ഷെ ആരെയും വെട്ടാനും കുത്താനും ഒന്നും പോകരുത്. ഒരു കുടുംബം നശിപ്പിക്കരുത്, ഒരു യുവാവിനെയും യുവതിയെയും നശിപ്പിക്കരുത്. ഓക്കെ, നമുക്ക് ഇലക്ഷൻ വരും പോവും. ഇനി 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ചാടാനുള്ള അതിന് നമുക്കിഷ്ടമുള്ളവരായിരിക്കുകയല്ല ജയിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എവറി പോസിബിലിറ്റി കണ്ടിന്യൂവേഷനാണ് കാണുന്നത്. ഇൻ മൈ വേറെ തെറി പറയരുത്, ഞാൻ പരിശോധിച്ച 80-85 സീറ്റ് കിട്ടാനുള്ള സാധ്യത നിലവിലെ ഗവൺമെൻറ്റിൻ്റെ ചാർട്ടിൽ കാണുന്നുണ്ട്. ഇനി അത് ചിലപ്പോൾ തെറ്റിപ്പോയ ഞാനൊരു സാധാ മനുഷ്യനല്ലേ, തെറ്റിപ്പോയേക്കാം. പക്ഷേ ഇനി തിരിച്ചാ വരുന്നതെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഓക്കെ, ടെൻഷൻ അടിക്കാനും വെള്ളക്ഷം അടിക്കാനും എടുത്തു തൂങ്ങാനൊന്നും പോകരുത്. 5 വർഷം കഴിഞ്ഞ് നമുക്ക് ഇനി ഇതൊക്കെ നടത്തേണ്ടതാണ്. ഒരു 60 മാസമേ ഉള്ളൂ ഈ ആശാന്മാർ, അത് ഓർത്തോണം. അത് കഴിഞ്ഞാൽ വീണ്ടും 61-ാം മാസം പുതിയ ആശാന്മാർ വരും അല്ലേ. അപ്പം നാടിൻ്റെ വികസനത്തിന് മുന്നോക്കം കൊടുത്ത് അതിനുവേണ്ടി നിൽക്കുന്നവരെ, ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നവരെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിലൊരു പനി വന്നു ഓടി വരുന്നവരല്ല വേണ്ടേ. ഒരു ഭയങ്കര പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലേ, വെള്ളം ഒഴുകിയതും കോവിഡും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം അതുകൊണ്ട് ക്ഷമയും സ്നേഹവും സൗഹാർദ്ദം നമുക്ക് മുമ്പോട്ട് പോകാം. അടിയും പിടിയും ഉണ്ടാക്കി അയ്യങ്കാലും ഒന്നും വെട്ടിക്കളയല്ലേ, ഒരു കുടുംബത്തെ കെടുത്തിക്കളയല്ലേ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കൊല്ലത്തെ തടസ്സം പിടിക്കാൻ വന്ന് തന്നെ തല്ലിക്കൊന്നില്ല. അവിടെ പിടിച്ചു ചോദിച്ചു വന്നപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്. അവന് മെസ്സി ജോലി ചെയ്യുന്ന ആളാണ് ഹോട്ടലിൽ. കൂട്ടുകാരാണ്ട് വിളിച്ചോണ്ട് വിഷു ആഘോഷിക്കാൻ അവർ വിളിച്ചോണ്ട് പോയതാണ്. അപ്പോഴേ ഈ തമ്മിലടി കണ്ട്, അത് ചുമ്മാ മദ്യവന്മാർ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പോകേണ്ട കാര്യം ഇവന് ഇല്ലായിരുന്നു. പക്ഷെ മധ്യസ്ഥം പറയാൻ പോയതാണ്. അവസാനം മധ്യസ്ഥൻ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവസാനം കഥ വന്നപ്പോഴോ ആ കുടുംബം അന്യാധീനപ്പെട്ടു പോയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ നെഗറ്റീവ്സ് പറയുന്നില്ല, ബി പോസിറ്റീവ്. ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഏതൊരുവനും. അതുകൊണ്ട് ഞാനിവിടെ ഒരു അപകടം കണ്ട വണ്ടി അവിടെ നിർത്തും, കയറ്റി ആശുപത്രി കൊണ്ടുപോകും, പൈസ കൊടുക്കും. എന്നാന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ നാഥനോ ആ കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ ബോധ്യം എല്ലാവർക്കും വേണം. കയ്യും മേയും മറന്ന് അപകടങ്ങളിലായാലും കൊള്ളാം, ജീവിതത്തിലെ പ്രയാസങ്ങളായാലും കൊള്ളാം, പ്രശ്നങ്ങളായാലും കൊള്ളാം, സഹോദരനെയും അയൽക്കാരനെയൊക്കെ സഹായിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഔട്ട്.